ഒരു മഗ്‌രിബായ ടൈമിൽ ഇവളോട് ഉമ്മ എന്തോ സാധനം റൂമിൽ കൊണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവള് റൂമിൽ കൊണ്ടേച്ച പാടെ റൂമിൽ ആരോ ഉണ്ട്, ബെഡിന്റെ സൈഡിലായിട്ട് ആരോ ഇരിക്കുന്നുണ്ട്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബ്രദർ ഉണ്ടല്ലോ, അപ്പൊ ഇവളത് മൈൻഡ് ചെയ്തില്ല, അതായിരിക്കും എന്ന് വിചാരിച്ച് ഇവളങ്ങനെ സാധനം കൊണ്ടേ വെച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നുന്ന ചോക്ലേറ്റ്സോ മിഠായികൾ എന്തെങ്കിലും റൂമിൽ വെക്കുന്ന ഒരു ശീലുണ്ട് ഇവക്ക് തിന്നാൻ വേണ്ടി. അതെങ്ങാനും ബ്രദർ കണ്ടിട്ട് എടുത്ത് കഴിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് നോക്കാഞ്ഞത്. അങ്ങനെ ഇവള് റൂമിൽ നിന്ന് ഹാൾക്ക് വന്ന പാടെ ഒരു മുന്നിൽ തന്നെ സിറ്റ് ഔട്ടിന്റെ അങ്ങോട്ടേക്ക് നോക്കിങ്ങാണ്ട് ബ്രദർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നെയ്ബേഴ്സിനോട് ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവളിത് കണ്ട പാടെ തിരിഞ്ഞു നോക്കി റൂമിൽ ആരാന്നുള്ളത്. ഇവളിങ്ങനെ നോക്കിയ പാടെ ബെഡിന്റെ ഒരു സൈഡിലായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ചെക്കന്, ഒരു മെലിഞ്ഞിട്ടുള്ള ചെക്കന്, മനുഷ്യന്റെ അതേ കോലാണ് പക്ഷെ ഫുഡൊന്നും കഴിക്കാണ്ട് പറ്റും മെലിഞ്ഞു പോയിട്ടുള്ള ഒരു ക്രിയേച്ചറെ, മുടി ഇല്ലാഞ്ഞിട്ടാണ് ചെക്കനെ പോലെ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇതെന്തോ സംഭവം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ഇവളിതിനെ കണ്ടിങ്ങനെ ഷോക്കായി ഇതെന്ത് സാധനം എന്നുള്ള പോലെ നോക്കുന്നത്. ഇവള് നോക്കാൻ തുടങ്ങിയതും ഇത് ഇവളെ നോക്കാൻ തുടങ്ങി കേട്ടോ. ഇതിന്റെ മൊത്താന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഷോക്കാണ് ഉള്ളത്. മനുഷ്യന്മാരെ കൊല്ലം തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. കുറച്ച് പേടി തോന്നുന്ന ഒരു ക്രിയേച്ചർ. ഇവളിത് പറയാൻ വേണ്ടി ബ്രദറിന്റെ മുഖത്ത് നോക്കി തിരിച്ചു നോക്കിയതും റൂമിൽ ഒരു സംഭവമല്ല, റൂമിൽ ആകെ നോക്കി ഒന്നും കാണാനില്ലേ. അപ്പൊ ഇവള് വേഗം കിച്ചണിലാണ് ഉമ്മ ഉള്ളത്, നേരെ ഉമ്മാന്റെ അടുത്ത് പോയിനോട് ഇങ്ങനെ ഒരു സംഭവത്തിനെ ഞാൻ റൂമിൽ നിന്ന് കണ്ടെന്ന് പറഞ്ഞ് ഉമ്മൊക്കെ വന്ന് ഇവരെല്ലാരും റൂമിൽ നോക്കി, അവിടെ നിന്ന് ഒന്നുമില്ല. അങ്ങനെ ഇവരെല്ലാരും റൂമും വീട് ആകെ ചെക്ക് ചെയ്തേ, വീട്ടിൽ അങ്ങനെ ഒരു സംഗതിയല്ല കേട്ടോ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ് നിനക്ക് തോന്നിയതായിരിക്കും, ജസ്റ്റ് ഒറ്റ കാണലേ ഉള്ളല്ലോ കണ്ടിട്ടുള്ളത്. ഇവള് ശരിക്കും ഇതിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവരൊക്കെ പറഞ്ഞപ്പോ ഇവളും ലൈക്ക് നമ്മളെ മൈൻഡിനെ റെഡി ആക്കുമല്ലോ സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഇവള് വിചാരിച്ചു ഓക്കെ തോന്നിയതായിരിക്കും, ഒറ്റ പ്രാവശ്യമല്ലേ കണ്ടത്. കുറെ പ്രാർത്ഥിക്കൊക്കെ ചെയ്ത് അന്ന് രാത്രി പിന്നെ ഈ റൂമിൽ തന്നെയാണ് ഇവള് കിടക്കുന്നത്. ആളുടെ ഉപ്പാടിയും ഉമ്മാടിയും കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ അയക്കൂല, റീൽസ് ഒന്നും കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഇവള് ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിങ്ങാണ്ട് റൂമിൽ തന്നെ കിടക്കുന്നത്. ഫോൺ സ്ക്രോൾ ചെയ്യാലോ റീൽസ് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഇവള് കിടന്ന് കുറച്ച് കഴിഞ്ഞ പാട് ഇവള് കണ്ണ് തുറന്ന് നോക്കിയതും റൂമിൽ നിലാവിന്റെ വെളിച്ചുണ്ട് കേട്ടോ. കർട്ടനെല്ലാം നീക്കി വെച്ചിട്ടാണ് അവൾ ആദ്യം കിടന്നിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ വെളിച്ചുണ്ട് റൂമില്. അങ്ങനെ ഇവള് കണ്ണുറന്ന് നോക്കിയതും ഇവളെ ഫേസ് ചെയ്തിട്ട് ബെഡിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇവളെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യനുണ്ട് നിൽക്കുന്നത്. ചെറിയ വെളിച്ചത്തിലാണെന്നുണ്ടെങ്കിലും ഇതിന് കറക്റ്റ് ഇവള് മുന്നേ കണ്ടോണ്ട് ഇതിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതാണ് എന്നുള്ളത്.